യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്തിന് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നു എന്ന വാർത്ത പുറത്തു വന്നതോടുകൂടിയാണ് സംസ്ഥാന വ്യാപകമായി പരാതികൾ വീണ്ടും സജീവമാകുന്നത്. അന്ന് സുജിത്തിനെ തല്ലിച്ചതച്ചത് 2023 തല്ലിച്ചതച്ചത് കുന്നംകുളത്തെ പോലീസുകാരാണ്. 4 പേർക്കെതിരെയാണ് ആ ആരോപണവും തുടർ നടപടികളും ഒക്കെ ഇപ്പോഴുണ്ടാകുന്നത്. രണ്ടാമത്തെ ഒരു കേസ് പീച്ചിയിലാണ്. പീച്ചിയിലെ ഹോട്ടൽ മാനേജർക്കും ഡ്രൈവർക്കും മർദ്ദനമേറ്റ സംഭവം. പീച്ചി പോലീസ് സ്റ്റേഷൻ SI PM രതീഷ് ആണ് ആ മർദ്ദനത്തിന് കാരണമായത്. ഇനി അടുത്ത കേസ് നോക്കാം. CPM നെടുമ്പന ലോക്കൽ സെക്രട്ടറി സജീവന് മർദ്ദനമേറ്റ കേസ്. അന്ന് സജീവനെ തല്ലിയത് കണ്ണനല്ലൂർ CI ആണ്. നേമത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് നേമം ഷജീറിന് മർദ്ദനമേറ്റത് നേമം SI സമ്പത്തിന്റെ ഭാഗത്തു നിന്നാണ്. ഷജീറിന് ക്രൂരമായ മർദ്ദനം ഏറ്റ മനുഷ്യനാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിനും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനും സംഭവിച്ച നഷ്ടങ്ങളെ ഒന്നും ഒരു തട്ടിലും ഒന്നും വെച്ച് തൂക്കി നികത്താൻ കഴിയാത്തതാണ്. അത്രമേൽ ക്രൂരമായ മർദ്ദനമേറ്റ യുവാവായ ചെറുപ്പക്കാരനാണ് അദ്ദേഹം. പത്തനംതിട്ടയിലെ SFI നേതാവ് ജയകൃഷ്ണനോട് 3ാം മുറ കാണിച്ചത് കോന്നി CI ആയിരുന്ന മധു ബാബു ആണ്. ആ മധു ബാബുവിന്റെ കാര്യമാണ് നേരത്തെ CK അഭിലാൽ അടക്കം നമ്മളോട് വിശദമായി പറഞ്ഞു നൽകിയത്. ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ക്രമസമാധാന പാലന ചുമതലയിൽ വീണ്ടും അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുന്നത് നമുക്ക് നോക്കി നിൽക്കേണ്ടി വരികയാണ്. കോഴിക്കോട് സഹോദരങ്ങളെ മർദ്ദിച്ചു എന്ന പരാതി ഓർമ്മയുണ്ട്. മർദ്ദിച്ചത് പന്നിയങ്കര സ്റ്റേഷനിലെ പോലീസുകാരാണ്. അങ്കമാലിയിൽ ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റു എന്ന പരാതി അങ്കമാലി SHO പ്രദീപ് കുമാറിനെതിരെയാണ് ആ ആരോപണമുണ്ടായത്. അപ്പോൾ ഇങ്ങനെ എണ്ണി പറയാനുള്ള കാരണം എന്താ എന്ന് പ്രേക്ഷകർ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ മാധ്യമങ്ങൾ പ്രതികാര ബുദ്ധിയോടുകൂടി മുഴുവൻ സംഭവങ്ങളെയും എടുത്തു പറയുന്നത് എന്തിനാണ് എന്ന വിമർശനങ്ങൾ ഒരുപക്ഷെ ഭരണപക്ഷത്തു നിന്നുണ്ടാകും. ഒറ്റപ്പെട്ടത് എന്ന വിശേഷണമാണല്ലോ സാധാരണഗതിയിൽ എന്തെങ്കിലും ഉണ്ടാകുന്നത്. പോലീസിന്റെ ആത്മവീര്യം കളയുന്ന നടപടികൾ ഉണ്ടാകാൻ കഴിയില്ല എന്ന തുടർ മർദ്ദനങ്ങളുടെയും ലോക്കപ്പ് ക്രൂരമർദ്ദനങ്ങളുടെയും മരണങ്ങളുടെയും കണക്ക് വന്നപ്പോൾ നമ്മളോട് പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ. അപ്പോൾ ഒറ്റപ്പെട്ടതല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കണക്കുകൾ എണ്ണി പറഞ്ഞത്.